പുള്ളിക്കാരി ഗീതാ ഗോവിന്ദത്തിൽ കഥ അടിമുടി മാറാൻ പോവുകയായിട്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും അറിയുകയാണ് നമ്മുടെ ഭദ്രൻ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഒരു അജ്ഞാത കോള് വരുന്നുണ്ട് നമ്മുടെ ഗീതുവിനും ഗോവിന്ദനും. നിങ്ങളുടെ ആ ഒരു പഴയ തറവാടിന്റെ അവിടെ ചെന്നാൽ നിങ്ങളുടെ അച്ഛൻ ഭദ്രനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗോവിന്ദ് ആ ഒരു ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നല്ല പരിചിതവും എന്നാൽ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ മുന്നിൽ മറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഈ ഒരു സന്ദേശം അറിയിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ നോക്കുമ്പോൾ കോട്ടും സൂട്ടൊക്കെ ഇറങ്ങുന്നത് കാണിക്കുമ്പോൾ ഒരു നിഴല് പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ അജാസിന്റെ പോലെയാട്ടോ നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അത് അജാസ് തന്നെ ആയിരിക്കുമോ. അജാസ് ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഭദ്രൻ അവിടെ ഉണ്ടാകില്ല. നമ്മുടെ ഭദ്രൻ മിക്കവാറും അനാർക്കലി രക്ഷിച്ചിട്ടുണ്ടാകും. ഭദ്രൻ പെട്ടെന്ന് പോയാൽ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോകുണ്ടാകില്ല. കാരണം രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഭദ്രൻ അല്ലെ. ഭദ്രൻ അറിയാൻ പാടത്തെ കുറെ നമുക്ക് അനാർക്കലിക്ക് അറിയാം, അനാർക്കലിക്കും ഭദ്രനും അറിയാത്ത രാധികാമ്മയ്ക്കും അറിയാം. അങ്ങനെ ഇവരുടെ 3 പേരുടെ ചുറ്റിനും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് കുറെ രഹസ്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗോവിന്ദൻ അറിഞ്ഞാലേ ആരെയാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി എന്നുള്ളൊരു കാര്യം നമ്മുടെ ഗോവിന്ദന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ അനാർക്കലി ഭദ്രനെ രക്ഷിച്ചിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത. പകരം അവിടെ ആരായിരിക്കും ഇനി? വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? വേറെ ഏതെങ്കിലും പട്ടിയുടെ പൂച്ചയുടെ ബോഡി ആയിരിക്കുമോ? നമ്മുടെ ദൃശ്യം സിനിമയിലെ പോലെ എങ്ങാനൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ കുറെ പേര് പറയുന്നുണ്ട് നമ്മുടെ കിഷോർ ആണെന്ന് കേട്ടോ. കിഷോർ ആകാനും സാധ്യതയുണ്ട്. കിഷോറും കുറച്ച് ദിവസമായി നമ്മുടെ പരമ്പരയിൽ കാണിച്ചിട്ട് നമ്മുടെ ഫോൺ ചെയ്യുമ്പോൾ അവർണിക ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മുടെ ഗീതു ഒക്കെ കിഷോറിനെ അറിയിക്കാൻ ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ അജാസും ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. അജാസ് ഫോൺ ചെയ്യുന്നില്ല, നമ്മുടെ ഗീതു ആണ് ഫോൺ ചെയ്യുന്നത്. അപ്പൊ അത് സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് മൊത്തം. അപ്പൊ ഇനി നമ്മുടെ കിഷോറും ഇപ്പോൾ നിലവിലില്ല നമ്മുടെ പരമ്പരയിൽ. അപ്പൊ ഇനി കിഷോർ ആയിരിക്കാം ഇനി അവിടെ ഭദ്രന് പകരം അവിടെ മരിച്ചു കിടക്കുന്നുണ്ടാവുക. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു കിഷോർ ആണെങ്കിൽ കിഷോറിന്റെ പിന്നിൽ ആരായിരിക്കും? കിഷോറിനെ കൊന്നത് ആരായിരിക്കും? നമ്മുടെ അജാസ് ആയിരിക്കുമോ തല്ലിക്കൊന്നത്? അജാസ് കുറെ നാളെ കട്ടകലിപ്പിൽ നടക്കുന്നു നമ്മുടെ അവർണികയെ ചതിച്ചതിന്റെ പേരില്. അജാസ് ആയിരിക്കുമോ ക്ഷമ നമ്മുടെ കിഷോറിനെ ഇല്ലാതാക്കിയത്? അല്ലെങ്കിൽ അനാർക്കലി ആയിരിക്കുമോ? ആരായിരിക്കും ആ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടെ. എന്തായാലും വമ്പൻ ട്വിസ്റ്റുകളാണ് ഇനി നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിലും എപ്പിസോഡ് റിവ്യൂസിലും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.